വെൽക്കം ബാക്ക് ടു MS സൊല്യൂഷൻസ്. നിങ്ങളുടെ സ്വന്തം കാർത്തിക മിസ് ആണ്. അമ്മ എന്ന് പറയുന്ന നമ്മുടെ കേരള പാഠാവലിയിലെ ആദ്യത്തെ യൂണിറ്റിലെ രണ്ടാമത്തെ ചാപ്റ്റർ ഒന്നും അറിയില്ലേ? 5 മിനിറ്റ് കൊണ്ട് മിസ് ഇതാ ഇവിടെ സെറ്റ് ആക്കി തരാം. മുഴുവൻ വീഡിയോയും കണ്ടോളൂ കേട്ടോ. അപ്പൊ അമ്മ എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്റർ എഴുതിയിട്ടുള്ളത് മാധവിക്കുട്ടിയാണ്. നമുക്ക് കഥയിലേക്ക് പോകാം. വാർദ്ധക്യത്തിൽ മാതാപിതാക്കൾ അനുഭവിക്കുന്ന കടുത്ത ഏകാന്തത, മക്കളുടെ അവഗണന, അപരിചിതരിൽ നിന്ന് അപ്രതീക്ഷിതമായി ലഭിക്കുന്ന സ്നേഹവും കാരുണ്യവും എന്നിവ വളരെ വൈകാരികമായി വരച്ചു കാട്ടുന്ന കഥയാണ് മാധവിക്കുട്ടിയുടെ അമ്മ എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് ഇതിന്റെ പ്രധാന ആശയം. ഇനി നമുക്ക് പാഠഭാഗത്തിലേക്ക് പോകാം. 20 പൈസയ്ക്ക് പച്ചക്കറി പച്ചക്കറി വാങ്ങി വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന ഒരു വൃദ്ധയെ വേഗത്തിൽ വന്ന ഒരു കറുത്ത കാറ് ഇടിച്ചിടുന്നു. അവരുടെ വലത്തേക്കാൾ ചതഞ്ഞരകുകയും ചിതറിക്കിടക്കുന്ന വെണ്ടയ്ക്കകൾക്കിടയിൽ ഒരു പൊളിഞ്ഞ പാവയെ പോലെ അവർ തെരുവിൽ വീഴുകയും ചെയ്യുന്നു. കാർ നിർത്താതെ ഓടിച്ചു പോയാലേ അവരെ ഇടിച്ചിട്ടിട്ട് കാർ നിർത്താതെ പോവുകയാണ്. കടുത്ത വേദനയാൽ ശരീരം മരവിച്ചതിനാൽ അയ്യോ എന്ന് നിലവിളിക്കാൻ പോലും അവർക്ക് കഴിഞ്ഞില്ല. വെളുത്ത സാരിയിൽ രക്തം പടരുന്നത് അവർ നിസ്സഹായതയോടെ നോക്കി നിന്നു. ഈ കാഴ്ച കണ്ട് പാൽക്കാരനായ ബോലേറാം സൈക്കിൾ നിർത്തി അവരുടെ അടുത്തേക്ക് ഓടിയെത്തി അവരെ സാവധാനത്തിൽ എഴുന്നേൽപ്പിച്ചിരുത്തി. എന്തു പറ്റി അമ്മേ എന്ന് അയാൾ ചോദിച്ചു. വർഷങ്ങൾക്ക് ശേഷം മറ്റൊരാൾ തന്നെ അമ്മേ എന്ന് വിളിക്കുന്നത് കേട്ടപ്പോൾ ആ വൃദ്ധയ്ക്ക് കുറച്ച് ശക്തി വീണ്ടും കിട്ടിയതുപോലെ തോന്നി. 5 or 6 കൊല്ലങ്ങൾക്ക് മുൻപ് മക്കൾ ഭാര്യമാരെയും കൂട്ടി വിദേശത്തേക്ക് പോകുന്നതിന് മുൻപ് തന്നെ അമ്മേ അമ്മേ എന്ന് വിളിച്ചിരുന്ന പഴയ കാലം അവർ ഓർത്തുപോയി. അപ്പൊ അതിൽ നിന്നും തന്നെ അവർക്ക് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ആ അമ്മ മക്കളൊക്കെ ഉപേക്ഷിച്ച് അല്ലെങ്കിൽ മക്കളൊന്നും കൂടെ ഇല്ലാതെ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ തന്നെ അവരുടെ മക്കളെല്ലാം അവരെ വിട്ട് ദൂരേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഒരുപാട് കാലമായിട്ട് അമ്മേ എന്നുള്ളൊരു വിളി പോലും അവർ കേട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അത്രയും വേദന സഹിച്ചിരിക്കുന്ന സമയത്ത് പോലും ഒരാൾ വന്ന് പെട്ടെന്ന് അമ്മേ എന്തു പറ്റി അമ്മേ എന്ന് ചോദിച്ചപ്പോൾ അവർക്ക് പെട്ടെന്നൊരു ശക്തി കിട്ടിയതുപോലെ തോന്നുകയാണ്. അപ്പോഴാണ് പുസ്തകങ്ങളുമായി ഒരു പോലീസുകാരൻ അവിടെ എത്തുന്നത്. ശരിക്കും പോലീസുകാരൻ എന്താ ചെയ്യേണ്ടത്? വേഗം തന്നെ ആക്സിഡന്റ് പറ്റി അവരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം അല്ലേ? പക്ഷെ ഇവിടെ എന്താ ചെയ്യുന്നത്? പരിക്കേറ്റ വൃദ്ധയെ ആശുപത്രിയിൽ എത്തിക്കുന്നതിന് പകരം അയാൾ ബോലേറാമിനെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. ബോലേറാമിന്റെ പേര്, അച്ഛന്റെ പേര്, സ്വദേശം എന്നീ വിവരങ്ങൾ ചോദിച്ച് അയാൾ കേസ് റിപ്പോർട്ട് ചെയ്യാൻ ശ്രമിച്ചു. അല്ലെ, ബോലേറാം ഇവരെ സഹായിക്കാൻ ചെന്നതാണ്. എന്നിട്ട് പോലീസുകാരൻ വന്നിട്ട് എന്താണ്? വൃദ്ധയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നുമില്ല, ചോദിച്ച അന്വേഷിക്കാൻ വന്ന ബോലേറാമിനെ ചോദ്യം ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലെ. രക്തം വാർന്നു കിടക്കുന്ന ഒരാളോട് കാണിക്കേണ്ട മനുഷ്യത്വം ആ പോലീസുകാരനിൽ ഉണ്ടായിരുന്നില്ല. ഒടുവിൽ ക്ഷമ നശിച്ച ബോലേറാം തന്നെ ഒരു ടാക്സി വിളിച്ച് വൃദ്ധയെ അതിൽ കയറ്റി അല്ലെ. അവസാനം പോലീസുകാരന്റെ ചോദ്യങ്ങളൊക്കെ കേട്ടിട്ട് ക്ഷമ നശിച്ചിട്ട് ബോലേറാം തന്നെ എന്ത് ചെയ്യാണ്? ഒരു ടാക്സി വിളിച്ചിട്ട് വൃദ്ധയെ അതിൽ കയറ്റിയിട്ട് ആശുപത്രിയിലേക്ക് പോവുകയാണ്. ടാക്സി ഡ്രൈവറും വലിയ കാരുണ്യം കാണിക്കുകയും പണം പോലും വാങ്ങാൻ കൂട്ടാക്കാതെ അവരെ ഡോക്ടറുടെ അടുത്തെത്തിക്കുകയും ചെയ്തു. ടാക്സി ഡ്രൈവർ എന്താ നല്ലൊരു മനുഷ്യനായിരുന്നു. ആ ഒരു ആക്സിഡന്റ് പറ്റിയിട്ട് കൊണ്ടുപോവുകയാണെന്ന് മനസ്സിലാക്കുകയും അത് അയാളുടെ അമ്മ അല്ല എന്ന് മനസ്സിലാക്കുകയും ഒക്കെ ചെയ്തിട്ട് ടാക്സി ഡ്രൈവർ എന്താ ഒരു പൈസ പോലും വാങ്ങാതെ അവരെ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു. ഡോക്ടർ വളരെ സ്നേഹത്തോടെ അവരെ കട്ടിലിൽ കിടത്തി കാലിലെ മുറിവ് പരിശോധിച്ചു. അമ്മയ്ക്ക് വേദനിക്കുന്നുണ്ടോ എന്ന് ഡോക്ടർ ചോദിച്ചപ്പോൾ വൃദ്ധയുടെ മനസ്സ് വീണ്ടും പഴയ കാലത്തിലേക്ക് പോയി അല്ലെ. ആശുപത്രിയിൽ എത്തിയപ്പോൾ ഡോക്ടറും ചോദിച്ചു, അമ്മയ്ക്ക് വേദനിക്കുന്നുണ്ടോ അല്ലെ. അവരെ ഇങ്ങനെ ശുശ്രൂഷിച്ചിട്ട് ചോദിച്ചു, മുറിവൊക്കെ മാറ്റിയിട്ട് ചോദിക്കുകയാണ്, അമ്മയ്ക്ക് വേദനിക്കുന്നുണ്ടോ, മാറ്റമുണ്ടോ, കുറവുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ആ ഒരു അമ്മ എന്നുള്ള വിളി കേട്ടപ്പോൾ ആ ഒരു സ്ത്രീക്ക് വീണ്ടും സമാധാനം, സ്നേഹമൊക്കെ തോന്നി. പണ്ട് കാലത്തേക്ക് അവർ വീണ്ടും പോയി. പണ്ടൊരിക്കൽ തനിക്ക് തലവേദന വന്നപ്പോൾ 10 വയസ്സുകാരനായ മകൻ നെറ്റിയിൽ കൈവച്ച് കണ്ണു നിറഞ്ഞുകൊണ്ട് ഇതേ ചോദ്യം ചോദിച്ചത് അവർ ഓർത്തു. കുഞ്ഞു കുട്ടിയായിരിക്കുമ്പോൾ തൻ്റെ മകൻ, ആ ഒരു വൃദ്ധയുടെ മകൻ, നെറ്റിയിൽ കൈവച്ചുകൊണ്ട് ചോദിച്ചു. അന്ന് അവൻ തന്നെ അത്രമേൽ സ്നേഹിച്ചിരുന്നു. ഇന്ന് ആ മകൻ എത്രമാത്രം മാറിപ്പോയിരിക്കുന്നുവെന്നും കണ്ടാൽ തനിക്ക് അവനെ തിരിച്ചറിയാൻ കഴിയുമോ എന്നും അവർ സങ്കടത്തോടെ ചിന്തിക്കുന്നു. മുറിവ് കെട്ടിയ ശേഷം മക്കളെ വിളിപ്പിക്കാമെന്ന് ഡോക്ടർ പറഞ്ഞെങ്കിലും തൻ്റെ കാരണം മക്കൾ പേടിക്കരുതെന്ന് കരുതി വൃദ്ധ അത് സ്നേഹപൂർവ്വം നിരസിച്ചു. അല്ലെ, വേണ്ട അല്ലെ, ഇത് പറഞ്ഞ് ഇനി അവരെ പേടിപ്പിക്കാൻ നിൽക്കണ്ട, വേണ്ട, ഞാൻ പൊക്കോളാം എന്ന് പറയുകയാണ് ഡോക്ടറോട്. ടാക്സി ഡ്രൈവർ അവരെ പഹാഡ്ഗഞ്ചിലുള്ള വീട്ടിലാക്കി മടങ്ങി. കഴുത്തിൽ കെട്ടിയ ചരടിലെ താക്കോലെടുത്ത് വാതിൽ തുറന്ന് അകത്തു കടന്നപ്പോഴാണ് കുടിക്കാൻ വെള്ളമോ ഭക്ഷണമോ ഇല്ലെന്നും തനിക്കിന്ന് പട്ടിണിയാണെന്നും അവർ തിരിച്ചറിയുന്നത്. പായ പോലും വിരിക്കാതെ അവർ വെറും നിലത്ത് കിടന്നു. അവരുടെ വിരലുകൾ കരിഞ്ഞ മരങ്ങളുടെ വേരുകൾ പോലെ നിശ്ചലമായി മേൽപോട്ട് വളഞ്ഞു കിടന്നു.
താൻ മക്കൾക്ക് വേണ്ടി എത്ര തുണികൾ അലക്കി, എത്ര ഊണുകൾ ഉണ്ടാക്കി, എത്ര രാത്രികളിൽ ഉറക്കമൊഴിച്ച് അവരെ ശുശ്രൂഷിച്ചു എന്ന് അവർ ഓർത്തു. ചെറിയ കുട്ടിയാകുമ്പോൾ, മക്കൾ ചെറുതാവുമ്പോൾ അവരെ താൻ എത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ട് നോക്കി. എന്നാൽ ഇപ്പോൾ തന്നെ കൊണ്ട് ആർക്കും ഒരു ആവശ്യവുമില്ല. അതെല്ലാം ആലോചിച്ചപ്പോൾ അവർക്ക് പെട്ടെന്ന് ചിരിക്കുവാനാണ് തോന്നിയത്. കാരണം കണ്ടെത്താനാവാത്ത ഏതോ ഒരു വിചിത്രമായ ആനന്ദം അവരിൽ നിറഞ്ഞു. ഇത്രയും ആണ് നമുക്ക് ഈ ഒരു കഥയിൽ പറഞ്ഞു തരുന്നത്. അപ്പോൾ വയസ്സാകുന്ന സമയത്ത് നമ്മൾ മക്കൾ അമ്മമാരേനെ അല്ലെങ്കിൽ മാതാപിതാക്കളെ ഉപേക്ഷിക്കുന്നതും, ആ ചെറുപ്പകാലത്ത് മക്കൾക്ക് വേണ്ടി എല്ലാം ചെയ്തു കൊടുത്തിട്ടും അവസാനമാകുമ്പോൾ ഏകാന്തതയിലേക്ക് അവരെ തള്ളി നീക്കുന്നതും, ആ ഒരു വൃദ്ധയാവുന്ന സമയത്ത് അനുഭവിക്കുന്ന ഒറ്റപ്പെടലും എല്ലാമാണ് നമുക്ക് ഈ ഒരു കഥയിൽ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ഇത്ര കാര്യങ്ങളാണ് നമുക്കിവിടെ പഠിക്കാനായിട്ടുള്ളൂ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ബോലേറാമിന്റെ കഥാപാത്ര നിരൂപണമാണ്. എക്സാമിന് എന്തായാലും ചോദിക്കാൻ പോകുന്ന ചോദ്യങ്ങളും അതുപോലെ തന്നെ മുഴുവൻ ചാപ്റ്റേഴ്സിന്റെ നമ്മുടെ ഫുൾ ചാപ്റ്റർ റിവിഷനുമായിട്ട് മിസ് ഇന്നും നാളെയുമായിട്ട് ലൈവിൽ എത്തുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും മിസ്സാക്കാതെ ലൈവ് കാണാം. ആൻഡ് നിങ്ങൾക്ക് ഓണം എക്സാം തകർത്തെഴുതാനായിട്ട് പ്രഡിക്ഷൻ PDF-ഉം പ്രഡിക്ഷൻ വീഡിയോയും 3 സെറ്റ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും നേരത്തെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓണം എക്സാം സ്പെഷ്യൽ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ വെറും 699 രൂപ മാത്രമേ വരുന്നുള്ളൂ. ജോയിൻ ചെയ്യാനായിട്ട് ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. അതല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. ആ ലിങ്കിൽ കയറിയിട്ട് രജിസ്റ്റർ ചെയ്യുക. അപ്പൊ ആരും മിസ്സാക്കരുത്. ഇന്ന് രാത്രി കൃത്യം 7:00 നമുക്ക് ലൈവ് ഉണ്ടായിരിക്കും. അപ്പോൾ ലൈവിൽ വെച്ച് കാണാം.